ആരും കൊതിക്കുന്നൊരാൾ വന്നു ചേരുമെന്നാരോ സ്വകാര്യം പറഞ്ഞതാവാം. പിന്നെയും പിന്നെയും ആരോ കിനാവിൻ്റെ പടി കടന്നെത്തുന്ന പദനിസ്വനം, പടി കടന്നെത്തുന്ന പദനിസ്വനം. ഇന്ന് നല്ല ശാന്തതയുള്ള ദിവസമല്ലടാ. അതെ, ഇത്ര മനോഹരമായ പ്രഭാതം. രാവിലെ എഴുന്നേറ്റ് കാപ്പി കുടിച്ച് കുളിച്ച് ആഹാരം കഴിച്ച് പാട്ടും കേട്ടിരിക്കുന്നു. നിനക്ക് വല്ല പണിക്കും പോകാൻ പാടില്ലേ? അല്ല, സാറിന് എന്താ ഇവിടെ പണി? എടാ, ഞാൻ പഠിച്ചൊരു ഡോക്ടറായി ഇവിടെ ഒരു ക്ലിനിക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്, കണ്ടായിരുന്നോ നീ? പിന്നെ ഞാൻ കണ്ടായിരുന്നു. കടവന്ത്ര ജംഗ്ഷൻ വരെയാണല്ലോ പേഷ്യൻസ് ക്യൂ നിൽക്കുന്ന, മരുന്ന് താന്നും പറഞ്ഞോണ്ട്. എടാ, നിനക്ക് ഒരു പേഷ്യന്റെങ്കിലും ഉണ്ടോ? എടാ, എനിക്കുള്ളത് സ്ഥിരം പേഷ്യൻസാ. അവര് എന്തെങ്കിലും അസുഖമായിട്ട് വന്നു കഴിഞ്ഞാൽ മരുന്നും മേടിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ അവരാരും സെറ്റാ തീർന്ന്. പിന്നെ സ്ഥിരമായിട്ട് അവരിങ്ങോട്ട് വരത്തുമില്ല. എടാ, ഞാൻ നിന്റെ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞിട്ട് എന്റെ പ്രൊഫഷനെ തൊട്ട് കളിക്കരുതെന്ന്. ഞാൻ അതിലും കൂടുതൽ പ്രാവശ്യം പറഞ്ഞോണ്ട് എനിക്ക് ജോലിയില്ലായ്മയെ കുറിച്ച് പറയല്ലെന്ന് എന്നോട്. മൂടുകളല്ലേ? എടാ, നീ എട്ടി പിടിച്ച എല്ലാം ഉണ്ട്. രാവിലെ തന്നെ വെറും കൈയോടെ കയറി വന്നല്ലോ. ഇവിടെ ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് കേട്ടല്ലോടാ. ഒന്നും പറയാൻ നിൽക്കണ്ട, എല്ലാം അറിഞ്ഞിട്ട് തന്നെ പറ്റുന്നിരിക്കണത്. സ്വന്തം വീട് പോലെ കരുതിയാ മതി. ഇരിക്കി. അമ്മേ, 4 ചായ. അമ്മാ, എന്താണ് കയറി വന്നപ്പോ തന്നെ പെണ്ണുങ്ങളുടെ കാര്യങ്ങളെ ചോദിക്കണേ? പഴയ സ്വഭാവം ഒന്നും വിട്ടിട്ടില്ലല്ലേ? ഇതൊന്നും ഈ വീട്ടിൽ പതിവുള്ളതല്ല മോനെ. ഇതിങ്ങനെ ഒന്നിരിക്കണതാ? അതല്ല പെണ്ണുങ്ങളെ കയറ്റുന്ന കാര്യം. പെണ്ണുങ്ങളുടെ എൻ്റെ അമ്മാവ് അത് ഇവന്റെ ഫ്രണ്ടാണ് ഋഷഭ. ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ ഒരു കൂട്ടുകാരി വന്നതിനിപ്പോ കുഴപ്പം? ആരായാലും ആ വിവരങ്ങളെല്ലാം കുന്നുകുളത്തെ വീട്ടുകാരറിഞ്ഞു. നിന്റെ കല്യാണം മുടങ്ങി. എന്തൊരു കഷ്ടം. എടാ, നിന്റെ അടുത്ത് ഞാൻ കുറെ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കണിക്കണ്ട പെണ്ണുങ്ങളൊന്നും വിളിച്ച് വീട്ടിൽ കയറ്റരുതെന്ന്. രാവിലത്തെ നല്ല മൂഡ് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു എന്തോ കട്ട നെഗറ്റീവ് വരാൻ പോവാ. നീയൊന്നും കാരണം എന്റെ കല്യാണം നടക്കൂല. ഞാൻ കേട്ടാ ഉദ്ദേശിക്കണില്ല. കാര്യം കഴിഞ്ഞില്ലേ? അടിപൊളി. സൂപ്പർ. നല്ല സ്ഥലം. വന്നിട്ട് കുറെ നേരമായി. എല്ലാ വിശേഷം ഇവിടെ അല്ലേ? മക്കളെ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് ഇവിടെ താമസിച്ച കാര്യം അളിയൻ അറിഞ്ഞില്ലേ? അത് തന്നെ. ഇപ്പൊ കൂട്ടുകാരെ കൊണ്ട് കേട്ടിട്ടുണ്ടായി. മകന്റെ കല്യാണം മുടങ്ങിയോ? സമാധാനമായല്ലോ. ഞാനൊരു കാര്യം തീരുമാനിച്ചു. ആ കയറി വന്ന കൊച്ചിവന്റെ ഫ്രണ്ടാണ്. അവളിവിടെ വന്ന് നിന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ അവള് തിരിച്ചു പോവുകയും ചെയ്ത്. അതിന്റെ പേരിൽ കല്യാണം മുടങ്ങിയെന്നുണ്ടെങ്കിൽ ഞാൻ തീരുമാനിച്ചു ഞാൻ കല്യാണം കഴിക്കണില്ല. ഞാനേ ഇവിടെ നിന്ന് മാറി താമസിക്കാൻ പോണ്. വേറെ വീടെടുത്ത് താമസിക്കാൻ പോണ്. എനിക്ക് എഴുതി തരാനുള്ള എഴുതി തന്നേക്ക്. സ്വത്ത്